ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് ഇന്ന് ധ്വജമുയരും. ഇന്നു മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് മഹാമാഘ മഹോത്സവം. മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ ഇന്ന് രാവിലെ 11-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ധർമ്മധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, വർക്കിംഗ് ചെയർമാൻ കെ ദാമോദരൻ, ചീഫ് കോർഡിനേറ്റർ കെ കേശവദാസ്, സാമൂതിരി കുടുംബാംഗമായ കെ.സി. ദിലീപ് രാജ അരിക്കര, സുധീർ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് ധ്വജാരോഹണം നടത്തുന്നത്. ഇതിനായി 47 അടിയുള്ള ധ്വജവും ധ്വജസ്തംഭവും അങ്ങാടിപ്പുറം ആലിപ്പറമ്പ് കളരിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് തിരുനാവായയിൽ എത്തിച്ചു. നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്തും ഭാരതപ്പുഴയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. ഭാരതപ്പുഴ ആരംഭിക്കുന്ന തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് ഇന്ന് രാവിലെ ശ്രീചക്രവുമായി തിരുനാവായയിലേക്ക് രഥയാത്ര പുറപ്പെടും. ഭാരതീയ ധർമ്മ പ്രചാര സഭ ആചാര്യൻ യതീശാനന്ദനാഥൻ നയിക്കുന്ന രഥയാത്ര വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിനു ശേഷം 22-ന് വൈകിട്ട് തിരുനാവായയിൽ എത്തിച്ചേരും. വിവിധ ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് ദീപവുമായി എത്തുന്ന ഭക്തസമിതികൾക്ക് അരയാൽ തൈസ് പ്രസാദമായി നൽകും. വിവിധ പരമ്പരകളുടെ പ്രത്യേക അനുഷ്ഠാനങ്ങളും സത്സംഗങ്ങളും വിദ്വൽ സദസ്സുകളും കളരി, യോഗ അനുഷ്ഠാനങ്ങളും കലാ അവതരണങ്ങളും അടക്കം ഒട്ടേറെ പരിപാടികൾക്ക് നീളാതീരം വേദിയാകുമെന്ന് സംഘാടകർ അറിയിച്ചു. തലമുറകളായി പിതൃകർമ്മങ്ങൾക്കും പുണ്യസ്നാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ച തിരുനാവായയിലെ ഭാരതപ്പുഴയോരത്ത് ഇന്നു മുതൽ നിള ആരതി. കാശിയിലെ ദാശാശ്വമേധ ഘാട്ടിലെ ഗംഗാ ആരതി നിർവഹിക്കുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് ഈ നദീപൂജയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ നദീപൂജാ രീതികൾ കേരളത്തിലെ ഏറ്റവും പുണ്യനദിയായ ഭാരതപ്പുഴയ്ക്ക് സമർപ്പിക്കുന്ന ചരിത്ര നിമിഷമാകും. പ്രാദേശിക ആരാധനാ ശൈലികളോട് യോജിക്കുന്ന രീതിയിലാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ മഹാമാഘം അവസാനിക്കുന്ന ഫെബ്രുവരി 3 വരെ എല്ലാ ദിവസവും സന്ധ്യാസമയത്തായിരിക്കും ആരതി. നദികളെ പ്രകൃതി വിഭവങ്ങളായി കാണാതെ ജീവന്റെ ദൈവിക സ്രോതസ്സുകളായി ആരാധിക്കേണ്ട ഓർമ്മപ്പെടുത്തലാണ് ചടങ്ങെന്ന് മഹാമാഘ സഭാപതി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി പറഞ്ഞു. ഭാരതപ്പുഴ ഇന്ന് നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ നിള ആരതിക്ക് ആത്മീയതയോടൊപ്പം ശക്തമായ സാമൂഹ്യ സന്ദേശവും പകരുന്നു. നദിയെ ആരാധിക്കുന്നതിലൂടെ നദിയെ സംരക്ഷിക്കേണ്ടത് ഒരു ആത്മീയ ബാധ്യത കൂടിയാണെന്ന ബോധം സമൂഹത്തിൽ വളർത്തുകയാണ് ലക്ഷ്യമെന്നും സ്വാമി വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് കുംഭമേളയുടെ പ്രായശ്ചിത്ത കർമ്മങ്ങളുടെ ഭാഗമായി കാലചക്രം ബലി എന്ന പ്രത്യേക പൂജ നടന്നു. നൂറ്റാണ്ടിന് ശേഷമാണ് ഇത്തരമൊരു പൂജ നടത്തുന്നത്. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായി ജനുവരി 18 ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ശ്മശാന ശ്രാദ്ധം നടന്നു. പിതൃക്കളും ഭുവനേശ്വരിയും നാഗങ്ങളും തെളിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം അവതാളത്തിലാകും എന്നാണ്. പിതൃക്കൾ തൃപ്തിയായാലേ ദേവതയും നാഗങ്ങളും അനുഗ്രഹമായി വരൂ. സമസ്ത പിതൃക്കളെയും ആനന്ദത്തിലേക്ക് ഉയർത്തുന്ന പിതൃക്രിയാ പദ്ധതിയാണ് ശ്മശാന ശ്രാദ്ധം. റവന്യൂ വകുപ്പും പോലീസും വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ ഏകോപിപ്പിക്കാൻ 9 തഹസീൽദാർമാരെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരായി ഇവിടേക്ക് നിയമിച്ചു. 300 പോലീസ് സേനാംഗങ്ങൾ ഇവിടെ എത്തും. 150 പേർ വീതമടങ്ങുന്ന 2 ബാച്ചുകളായി തിരിഞ്ഞാണ് സേവനം. തിരക്ക് കൂടുന്ന ദിവസം കൂടുതൽ സേനാംഗങ്ങളെ എത്തിക്കും. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് എന്നിവയും ഉണ്ടാകും. ദേഹപരിശോധന നടത്തിയാണ് യജ്ഞശാലയിലേക്ക് ക്ഷേത്ര പരിസരത്തേക്കും ആളുകളെ കടത്തിവിടുക. 3 ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറും സ്ഥാപിക്കും. ഇതിലൂടെ മാത്രമേ പ്രവേശിക്കാൻ അനുവദിക്കൂ. പുഴയിലും കരയിലും ബോംബ് സ്ക്വാഡ് ഡിറ്റക്ടർ ഉപയോഗിച്ച് സദാസമയം പരിശോധന നടത്തും. ഡിവൈഎസ്പി, ഇൻസ്പെക്ടർമാർ എന്നിവർ സുരക്ഷാ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കും. സുരക്ഷ ഏകോപിപ്പിക്കാനാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെ നിയമിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.